My train left. My train has left. My train had left. What is the difference? Let us understand. In the first sentence, my train left. This is simple past tense. What do you mean by simple past tense? An action happened at a specific time in the past. പാസ്റ്റിൽ കൃത്യമായ ഒരു സമയത്ത് നടന്ന ഒരു സംഭവം നമുക്കറിയാം, സമയം കൃത്യമായിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ, മൈ ട്രെയിൻ ലെഫ്റ്റ് അറ്റ് 8 PM, 8 മണി എന്ന് പറയുന്നതാണ് അവിടെ സ്പെസിഫിക് ടൈം. അവിടെയാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. മൈ ട്രെയിൻ ലെഫ്റ്റ്. ഓക്കെ, നൗ ദ സെക്കൻഡ് സെൻറ്റൻസ്, മൈ ട്രെയിൻ ഹാസ് ലെഫ്റ്റ്. മൈ ട്രെയിൻ ഹാസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ കൃത്യമായ സമയം നമുക്കറിയില്ല. ചിലപ്പോൾ 10 മിനിറ്റ് മുമ്പേ ആയിരിക്കാം പോയിട്ടുണ്ടാവുക. കൃത്യമായ സമയം അറിയാത്തത് കൊണ്ട് നമ്മളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. മൈ ട്രെയിൻ ഹാസ് ലെഫ്റ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് മൈ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ദിസ് ഇസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ 2 ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നിന് മുമ്പേ നടന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. ട്രെയിന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ ഇവിടെ 2 ആക്ഷൻസ് നടന്നിട്ടുണ്ട് പാസ്റ്റിൽ. എന്ന് ഞാൻ സ്റ്റേഷനിൽ എത്തിയതും പിന്നെ ഒന്ന് ട്രെയിൻ പോയതും. ഏതാണ് ആദ്യം നടന്നത്? ട്രെയിന് പോയതാണ്. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ആ ട്രെയിൻ പോയത് അല്ലെങ്കിൽ 2 ആക്ഷൻസിൽ ഏറ്റവും ആദ്യം നടന്നതിൻ്റെ മുമ്പെയാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എവിടെയാണ് ആദ്യം നടന്നത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. എന്ന് വെച്ചാൽ ഡോക്ടർ എത്തുന്നതിന് മുന്നേ ആര് മരിച്ചിട്ടുണ്ട്? പേഷ്യൻ്റ് മരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഹാഡ് ഡൈഡ് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഡോക്ടർ വന്നതിന് ശേഷമാണ് മരിച്ചതെന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഈ 3 സെൻറ്റൻസിൻ്റെയും മീനിങ്. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഹി ഡാഷ് സ്റ്റേഡ് ഇൻ മുംബൈ ഫോർ 5 years ബിഫോർ ഹി മൂവ്ഡ് ടു ഡൽഹി. ഓക്കെ, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.